സൈത വർത്താനം വഴിയും ചെയ്യല്ല കേട്ടാ. ഞങ്ങൾ മിനിറ്റിൻ്റെ വീട്ടിൽ വിഷുക്കണി കാണിക്കുക എല്ലാവർക്കും. ഹാപ്പി വിഷു. അപ്പോൾ അവള് വെച്ചു ഹാപ്പി വിഷു. ഗുരുവായൂർ അമ്പലത്തിൽ പോയി നന്നായി വിഷുക്കണി കണ്ടു, സന്തോഷമായി. കണ്ണൻ്റെ കണി കണ്ടു വന്നു. ഇന്നലെ രാത്രി 8 മണിയാകുമ്പോൾ കണിക്ക് നിന്നതാണ്. ഇന്ന് പുലർച്ചെ 3:30 മണിക്കൊക്കെ കൃഷ്ണനെ കണി കാണാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. ഗുരുവായൂർ ആദ്യമായിട്ടാണ് കൃഷ്ണനെ കണി കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഹാപ്പി വിഷു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിശ്വാസാംസങ്ങൾ നേരുന്നു എല്ലാവർക്കും. ഇത് ഞാൻ വീട്ടിൽ വെച്ച വിഷുക്കണിയാണ്, എല്ലാവർക്കും കാണാം. ഇത് എൻ്റെ വീട്ടിൽ ഞാൻ തയ്യാർ ചെയ്ത വിഷുക്കണിയാണ്. ഓക്കേ, എല്ലാവർക്കും വിശ്വാസാംസകൾ. ഈ ഒരു വർഷം എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും എല്ലാം ഉണ്ടാവട്ടെ. പ്രമോദിനും നിനിമോൾക്കും വിശ്വാസാംസകൾ. എല്ലാവർക്കും ചക്കു നിഖിൽ എല്ലാവർക്കും എൻ്റെ വക വിശ്വാസാംസകൾ നേരുന്നു. മക്കളാരും ഇവിടെ ഇല്ല, എല്ലാവരും ദുബായിലും ഒക്കെയാണുള്ളത്. എന്നാലും നമുക്ക് വിഷു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. കഴിഞ്ഞ കൊല്ലം വിഷുവിന് മക്കളുണ്ടായിരുന്നു, കൊല്ലം വിഷുവിന് മക്കളില്ല. എന്നാലും ഗുരുവായൂർ പോയി കൃഷ്ണനെ കണ്ടു, വിഷു കണ്ടു, സന്തോഷമായി. 10 രൂപ വിഷുക്കൈനോട്ടം കിട്ടി. എപ്പോഴും നിനിമോളാണ് എനിക്ക് വിഷുക്കൈനോട്ടം തരാറ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ആരിൽ നിന്ന് വിഷുക്കൈനോട്ടം കിട്ടുകയെന്ന്. അപ്പോൾ ഒരാളിനോട് ചോദിച്ചു വിഷുക്കൈനോട്ടം തരട്ടെ മേടിക്കുമെന്ന്. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അവർ തന്നു, മേടിച്ചിട്ട് വന്നു. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കൃഷ്ണൻ്റെ ഒരു പഴവും കിട്ടി, ഗുരുവായൂരിൽ നിന്ന് നടക്കിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ വിഷുക്കണി സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാവർക്കും നല്ലൊരു വിഷു നേരുന്നു. ഇത് എൻ്റെ വീട്ടിൽ ഞാൻ വെച്ച വിഷുക്കണിയാണ്, എല്ലാവരും കാണണം. വിശ്വാസംസകൾ എല്ലാവർക്കും വിശ്വാസംസകൾ. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാവട്ടെ. കഷ്ടങ്ങളും ബുദ്ധിമുട്ടിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ട് അസുഖങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു വർഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും, എൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ഹാപ്പി വിഷു. എല്ലാവരോടും നന്ദി പറയണു, ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ചാനൽ ഇത്രത്തോളം കാണുന്ന ആൾക്കാരോടും എൻ്റെ ചാനൽ ഇത്ര ദിവസം കണ്ട് എൻ്റെ ഒപ്പം നിന്നവരോടും എല്ലാവരോടും നന്ദി പറയാണ്. ഇത് വലിയ ഗ്രാൻഡായിട്ടൊന്നും ചെയ്തിട്ടില്ല, സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് എൻ്റെ വീട്ടിലെ കൃഷ്ണനാണ്. ഈ കൃഷ്ണൻ എൻ്റെ വീട്ടിൽ ഞാൻ മേടിച്ചിട്ട് 25 വർഷമായിട്ടുണ്ട്. ഈ കൃഷ്ണനെ ഞാൻ മേടിച്ചിട്ട് എന്നും ആ കൃഷ്ണൻ്റെ ഭംഗിക്ക് ഒരു കുറവില്ല. ഇന്ന് പുതിയ കൃഷ്ണനെ മേടിച്ച് മരിയണത്. ഇതൊക്കെ ഞാനിന്ന് കാലത്ത് കണി വെച്ചതാണ്. കണി വെച്ച് പോയി. ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് വന്നു. വീട്ടിലെത്തുമ്പോൾ 4 മണിയായി. ഗുരുവായൂരപ്പനെ കണ്ടു സന്തോഷത്തോടെ. അപ്പോൾ ഞാൻ വീട്ടിലെ കണി എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഗുരുവായൂരിൽ നിന്ന് എനിക്കൊരു താമരപ്പൂ കിട്ടി. ഇന്ന് കൃഷ്ണന് വെച്ച താമരപ്പൂവായിരുന്നു, അത് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ കാണാൻ വേണ്ടി വെച്ചു. വളരെ സന്തോഷം. എല്ലാവർക്കും ഹാപ്പി വിഷു. ഒരുപാട് കാലം എല്ലാവരും സന്തോഷവും സമാധാനവുമായിട്ട് എല്ലാവർക്കും ജീവിക്കാൻ പറ്റട്ടെ. ഓക്കേ.